വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഈ മോഡ്യൂൾ, ഫോർത്ത് മോഡ്യൂൾ ഏകദേശം തീരാറായി. അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടാണ് എക്സസൈസ്. നിങ്ങളിത് സ്വന്തമായിട്ട് ചെയ്യണം. ചെയ്താൽ മാത്രമേ നമ്മളെ മൈൻഡിലത് കയറത്തുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദി ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് സ്ക്രിപ്റ്റ്. ഇത് വളരെ സിമ്പിളാണ്. നമ്മളെ ഫോർ ലൂപ്പിൻ്റെ ഒരു റിവിഷനാണ്. ഇവിടെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റാണ്. ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിലൂടെ നമ്മൾ ഐട്രേറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞു ഫോർ ലൂപ്പ് നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഐറ്റം ഇൻ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഐറ്റം എന്തായിരിക്കും? മാംഗോ ആയിരിക്കും. രണ്ടാമത്തെ ഐറ്റം ഓറഞ്ച് ആയിരിക്കും. മൂന്നാമത്തെ ഐറ്റം ബനാന ആയിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് സ്ക്രിപ്റ്റ്. ഇത് വേറെ രീതിയിൽ എഴുതുകയാണ്, മനസ്സിലായില്ലേ? ഇത് വേറെ രീതിയിൽ ഫ്രൂട്ട്സിന് എന്നുള്ള ലിസ്റ്റിലൂടെ ട്രാവേഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ കമ്പയർ ചെയ്യണം. നമ്മളെപ്പോഴും പറ്റുമ്പോഴൊക്കെ ഈ ഒന്നാമത്തെ രീതിയിലാണ് ലിസ്റ്റിലൂടെ ട്രാവേഴ്സ് ചെയ്യാൻ, ലിസ്റ്റിലൂടെ നമ്മൾ എല്ലാ എലിമെൻറ്റ്സ് കൈകാര്യം ചെയ്യാൻ നല്ല മെത്തേഡ് ഇതാണ്. ഇത് അത്ര നല്ല മെത്തേഡ് അല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ശരിയായ ക്വസ്റ്റ്യൻ. നമ്മളെല്ലാ എക്സസൈസിൽ ഞാൻ പറഞ്ഞു, പിന്നെ ഒരു ഇതുണ്ടാവും, വാട്ട് ഇസ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സിൻറ്റാക്സും നിങ്ങൾക്കൊരു സ്റ്റാർട്ടറാണ്. നമ്മൾ വലിയൊരു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റാർട്ടർ ഉണ്ടാവുമല്ലോ, ഒരു അപ്പറ്റൈസർ എന്നൊക്കെ പറഞ്ഞ പോലെ, അതിനു വേണ്ടിയാണ്. അപ്പം ഇത് രണ്ടും ചെയ്ത് ഇതാണ് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു റീഡ് എ സ്ട്രിങ്, ചെക്ക് വെദർ ദർ ആർ എനി വവൽസ് ഇൻ ദി ഇൻപുട്ട് സ്ട്രിങ്. If there are any vowels found in the input string, save them in a list called found. Hence, print the list found. ഇത് ക്വസ്റ്റ്യൻ ഞാൻ പൂർണ്ണമായിട്ട് പറയട്ടെ. ഒരു സാമ്പിൾ ഔട്ട്പുട്ട് നമ്മളപ്പം ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൻ്റർ എ സ്ട്രിങ് എന്ന് പറയും. അപ്പോൾ ഞാൻ ഗുഡ് ആൻഡ് ബാഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര എണ്ണം എന്ന് വേണമെന്നില്ല. ഇതിൽ ഏതൊക്കെ വവൽസ് ഉണ്ട്? ഓയും ഉണ്ട്, എയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ഓയും എയും കണ്ടുപിടിച്ചു എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ ഇതിൽ വേറൊരു ഹിൻ്റ് കൂടെ ഞാൻ തരാം. ഇത് നമ്മളൊരു ഗ്രോയിങ് ലിസ്റ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. സ്റ്റാർട്ട് വിത്ത് ആൻ എംപ്റ്റി ലിസ്റ്റ്. നമ്മൾ കുറേ മെത്തേഡ്സൊക്കെ പഠിച്ചല്ലോ. അതിലൊരു മെത്തേഡാണ് എപ്പൻഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫൗണ്ട് ആദ്യം ഒരു എംപ്റ്റി ലിസ്റ്റ് വെച്ച് തുടങ്ങും. അത് കഴിഞ്ഞ് വല്ലതും കണ്ടു കഴിഞ്ഞാൽ, ഓ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഫൗണ്ട് ഡോട്ട് എപ്പൻഡ്. എ കണ്ടു കഴിഞ്ഞാൽ ഫൗണ്ട് ഡോട്ട് എപ്പൻഡ് എ എന്ന് കൊടുക്കും. ഇനി ഇ കണ്ടു കഴിഞ്ഞാൽ ഫൗണ്ട് ഡോട്ട് എപ്പൻഡ് ഇ എന്ന് കൊടുക്കും. പക്ഷേ ഇതിലൊരു ക്യാച്ചുണ്ട്. 2 പ്രാവശ്യം ഓ കണ്ടു കഴിഞ്ഞാലും എന്തേ നമ്മൾ ചെയ്യാവൂ? നമ്മൾ ഒരു പ്രാവശ്യം മാത്രമേ ആ എലിമെൻ്റ് ഉണ്ടാകാവൂ. അപ്പം ഗുഡ് ആൻഡ് ബാഡിൻ്റെ ഉത്തരം, ഈ നമ്മൾ ഇൻപുട്ട് സ്ട്രിങ് ഗുഡ് ആൻഡ് ബാഡ് ആണെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഉത്തരം വരാൻ പാടില്ല. റിപ്പിറ്റേഷൻ പാടില്ല. എന്ന് വെച്ചാൽ ഇതിൽ 2 ഓയും 2 എയും ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ ഔട്ട്പുട്ടിൽ ഒരു ഓയും ഒരു എയും മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഇതൊരു കുറച്ച് ചാലഞ്ചിങ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ചെയ്യുക. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അടുത്തത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് തരാനുള്ളൊരു കാര്യം, ഇതിന് ശരിക്കും ഈ പ്രോബ്ലം ചെയ്യാൻ നല്ലത് ലിസ്റ്റല്ല. അപ്പോൾ നിങ്ങൾക്ക് ലിസ്റ്റിൻ്റെ പോരായ്മയും ലിസ്റ്റ് ഉപയോഗിക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ വേറൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട്, ഡിക്ഷണറി. നമ്മൾ അത് പഠിക്കും. അപ്പോൾ ഡിക്ഷണറി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര ലളിതമായിട്ട് ചെയ്യാൻ പറ്റും. എങ്കിലും ഡിക്ഷണറി ഇല്ലാതെ ലിസ്റ്റ് വെച്ചും ഈ പ്രോബ്ലം ചെയ്യാൻ. ക്വസ്റ്റ്യൻ വായിക്കട്ടെ. Write a Python code to count the number of occurrences of A, E and O in a given string. How are you?
അപ്പോൾ ഹൗ ആർ യു എന്നാണ് സ്ട്രിങ് എങ്കിൽ എന്ത് വേണം? എത്ര എ ഉണ്ട്? ഒരേ ഉണ്ട്. എത്ര ഒ ഉണ്ട്? 2 ഒ ഉണ്ട്. എത്ര ഇ ഉണ്ട്? ഒരു ഇ ഉണ്ട്. അപ്പം എയും ഇയും ഒയും ആണ് ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെ എണ്ണം വരും. അപ്പോൾ ഇതിനുള്ള കോഡും നമ്മൾ എഴുതണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ 2 ക്വസ്റ്റ്യനും കൂടെ ഞാൻ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനുകളാണ്, എന്നാലും ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാനൊരു ഷോർട്ട് എക്സസൈസ് എന്ന് പറഞ്ഞ് തന്നതാണ്. ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുറേ മെത്തേഡ്സൊക്കെ പഠിച്ചല്ലോ, എപ്പൻഡ്, റിമൂവ്, പോപ്പ്. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ലിസ്റ്റ് 1 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിമൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞു, പിന്നെ ഒരു എപ്പൻഡ് ചെയ്യുന്നു, അതിനുശേഷം പ്രിൻ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഇതിൽ ചിലതിൽ എറർ വരും. അപ്പോൾ ഏതിനാണ് എറർ വരുന്നതെന്നുള്ളതും കൂടെ നിങ്ങൾ പറയണം. പിന്നെ ഇത് നേരത്തെ തന്ന അതേ എക്സസൈസാണ്, അതിവിടെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് ഇതിവിടെ കൊടുത്തു. പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുകൂടെ റിവൈസ് ചെയ്യാം. ലിസ്റ്റ് 1.pop എന്ന് പറയുമ്പോൾ എന്താകും? ഈ 3.4 അങ്ങ് പോവും. പിന്നെ ലിസ്റ്റ് 1.pop എന്ന് പറയുമ്പോൾ 9.4 പോവും. ചിലതിൻ്റെ കാര്യങ്ങൾ ഉത്തരം ഞാൻ പറയാം. ലിസ്റ്റ് 1.pop2 എന്ന് പറയുന്നു. pop2 എന്ന് പറയുമ്പം ഈ ഡോഗ് ഇവിടുന്ന് പോവും. പിന്നെ എക്സ്റ്റെൻഡ് ഉണ്ട്. എക്സ്റ്റെൻഡ് എന്ന് പറയുമ്പം ആ ലിസ്റ്റ് 1ൻ്റെ അവസാനം ഇത് കയറി വരും. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ ലിസ്റ്റ് 1 നമ്മൾ ലിസ്റ്റ് ഒരുമാതിരി കാര്യങ്ങൾ കഴിഞ്ഞു. നമ്മൾ ലിസ്റ്റിനെ പറ്റി ഇനി ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിനെ പറ്റി ഇനിയും പലതും പഠിക്കാം. അതൊരു ആവശ്യങ്ങൾ വരുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ആവശ്യം വരുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും. താങ്ക് യു.